നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലമാണ്. അത് അനിഴം നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം, ഈ 2026 വിഷുഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ വിഷു എന്നാണ് 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. അന്നാണ് നമ്മൾ സാധാരണ വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം വിഷു ഏപ്രിൽ 15 വിഷു വരുന്നത്. കാരണം സൂര്യോദയം നേരത്തെ കഴിയും. സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന സമയം അന്ന് രാവിലെ 9:34 അപ്പൊ സൂര്യോദയത്തിന് ശേഷവും. അതുകൊണ്ടാണ് വിഷു പിറ്റേ ദിവസമായി മാറുന്നത്. അപ്പോ സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നതിന്റെ ഫലമായി ആ സംക്രമിക്കുന്ന സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരം നക്ഷത്രങ്ങളെ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ശൂലമെന്നും മറ്റൊന്ന് ഷഡ്ഗമെന്നുമാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഈ ശൂലത്തിൽ 9 നക്ഷത്രങ്ങളും ഷഡ്ഗത്തിൽ 18 നക്ഷത്രങ്ങളാണ് വേർതിരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ആദിശൂലമെന്നും അന്ത്യശൂലമെന്നും മധ്യശൂലമെന്നും വേർതിരിച്ചിട്ടുണ്ട്. ഷഡ്ഗത്തെയും അതേപോലെ തന്നെ ആദിഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം എന്നും അതിനെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഷഡ്ഗത്തിൽ വരുന്ന 18 നക്ഷത്രക്കാർക്ക് വിഷുഫലമായി വളരെ നല്ല സമയമാണ് കാണുന്നത്. എന്നാൽ ശൂലത്തിൽ വരുന്ന 9 നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല ഈ വിഷുഫലം. കാരണം എല്ലാവർക്കും ഒരേപോലെ നല്ലപോലെ വിഷുഫലം ഉണ്ടായി എന്ന് വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഓരോ നക്ഷത്രക്കാർക്കും വരുന്ന വിഷുഫലം അത് ഞാൻ ഇപ്പോൾ പറയുന്ന അനിഴ നക്ഷത്രക്കാരുടെ, മറ്റു നക്ഷത്രക്കാരുടെ വിഷുഫലം നേരത്തെ ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണമെന്നും കമന്റ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും എല്ലാം നിങ്ങളോട് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ 2026 അനിഴം നക്ഷത്രക്കാരുടെ വിഷുഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂര്യന്റെ മേടൻ രാശി സംക്രമണം അനുസരിച്ച് സംക്രമ പുരുഷന്റെ ലക്ഷണം, പഞ്ചാംഗ വിധിപ്രകാരമുള്ള ലക്ഷണം അനുസരിച്ച് അനിഴം നക്ഷത്രക്കാർ അന്ത്യ ഷഡ്ഗത്തിലാണ് വരുന്നത്. അതായത് അവസാന ഷഡ്ഗത്തിലാണ് ഈ അനിഴം നക്ഷത്രക്കാർ വരുന്നത്. ഇവർക്ക് വളരെ ഗുണകരമായ ഫലങ്ങളാണ് ഈ വിഷുഫലമായി ഇവരെ കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് വരാൻ പോകുന്നത് വളരെ നല്ല ഒരു വിഷുഫലമാണ് ഇവർക്ക് കിട്ടുന്നത്. ഇവർ സമൂഹത്തിലോ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന മേഖലയിലോ നേതൃസ്ഥാനത്ത് എത്താൻ ഇവർക്ക് കഴിയുന്നതാണ് ഈ വിഷുഫലമായിട്ട്. അപ്പോ ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലോ അല്ലെങ്കിൽ ഇവരുടെ ഏത് പ്രവർത്തന മേഖലയിലാണെങ്കിലും ഇവർക്ക് അവിടെ നേതൃത്വപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവസരങ്ങൾ ഈ വിഷുഫലമായി വന്നു ചേരുന്നതാണ്. ഇവരെ സംബന്ധിച്ച് ജനസ്വാധീനം വർദ്ധിക്കുന്ന ഒരു സമയമാണ് വിഷുഫലം. ജനസ്വാധീനം ഇവർക്ക് വർദ്ധിക്കും. പുതിയ അധികാരങ്ങൾ ഇവരുടെ കയ്യിൽ വന്നു ചേരും. ഇവർക്ക് പുതിയതായിട്ട് പുതിയ അധികാരങ്ങളൊക്കെ വന്നു ചേരും. ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കൊക്കെ അങ്ങനെ വന്നു ചേരും. ഉത്തരവാദിത്വങ്ങൾ കൂടുകയും ചെയ്യും ഇവരെ സംബന്ധിച്ച് ഈ വിഷുഫലം.
ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ അധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നോ ഇവർക്ക് അനുകൂലമായ ഒരു നിലപാട് കിട്ടാനുള്ള അവസരം ഈ വിഷുഫലമായി ഉണ്ടാവുന്നതാണ്. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ ഇവർക്ക് പ്രശസ്തിയും അനുമോദനങ്ങളും കിട്ടാനും ഇവർക്ക് ഈ വിഷുഫലമായി അവസരങ്ങൾ വരുന്നതാണ്. ഇവരുടെ ജീവിതത്തിൽ ഈ അനിഴ നക്ഷത്രക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന ഒരു സമയമാണ്. പൊതുവെ സമാധാനവും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ ഈ വിഷുഫലമായി ഉണ്ടാവുന്നതാണ്. സൽപ്പേര് കിട്ടാനുള്ള ഇട ഇവർക്ക് വരും. ഇവർക്ക് നല്ല പേര് കിട്ടും. സ്ഥാനമാനങ്ങൾ ഇവരെ തേടി വരുന്ന സമയവും കൂടിയാണ്. ഇവരെ സംബന്ധിച്ച് പല സ്ഥാനമാനങ്ങളും ഇവർക്ക് കിട്ടും. കുടുംബാന്തരീക്ഷം സമാധാനപരമായി മുന്നോട്ടു പോകുന്ന അവസ്ഥയായിരിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായത് ബുദ്ധിമുട്ടുകൾ ഒഴിയും. വിനോദയാത്രയും ദീർഘയാത്രയും ചെയ്യാനുള്ള ഇട വരികയും ചെയ്യും. ബന്ധുജന സമാഗമങ്ങൾ ഉണ്ടാകുന്ന സമയവും കൂടിയാണ്. മംഗളപരമായ കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കാൻ ഇടയുണ്ട്. വിവാഹ ആലോചനകൾ വന്നു ചേരുകയും വിവാഹ ആലോചനകൾ അതോടൊപ്പം തന്നെ വിവാഹാലോചനകളുമായി മുന്നോട്ടു പോകുവാനും അല്ലെങ്കിൽ വിവാഹം തന്നെ ഉറപ്പിക്കുവാനും ഒക്കെ അവസരങ്ങൾ ഇവരുടെ കുടുംബത്തിൽ വന്നു ചേരുന്നതാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നല്ല ജനപ്രീതി കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച്. കലാകാരന്മാർക്ക് പ്രശസ്തി ഉണ്ടാവുന്ന ഒരു സമയവും കൂടിയാണ്. കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും കിട്ടുന്ന സമയമാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും അതുപോലെ തന്നെ ജനസമ്മതി കൂടിക്കിട്ടുന്ന സമയവും കൂടിയാണ്. അനുമോദനങ്ങളും പുരസ്കാരങ്ങളും ഈ വിഷുഫലമായി ഇവരെ തേടിയെത്തുന്ന ഒരു സമയമാണ് ഈ വിഷുഫലമായി ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ അനിഴ നക്ഷത്രക്കാർക്ക് വിഷു ഫലം വളരെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.